ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പീത ബ്രെഡ് അതായത് ഖുബൂസ് ഉണ്ടാക്കാം. മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാൻ എടുക്കാം. 3/4 കപ്പ് ഇളം ചൂടുവെള്ളം ചേർക്കുക. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി വേഗത്തിൽ പത വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പത വന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൈദ ചേർത്ത് കൊടുക്കുക. ഒരു 4 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് പകരം ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് എക്സെപ്റ്റ് കോക്കനട്ട് ഓയിൽ നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിന് ശേഷം ആവശ്യത്തിന് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം മാക്സിമം നമ്മൾ കുഴച്ച് വെച്ചാൽ നന്നായിരിക്കും. മാവിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ട് തടവി കൊടുത്ത് അതൊരു ഒരു വൃത്തിക്ക് നല്ലൊരു ഷേപ്പിൽ ആക്കി വെച്ചിട്ട് അതിന് മുകളിൽ നനഞ്ഞ തുണി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ വെയിറ്റ് ചെയ്യാം. ശേഷം ചെറിയ ബോളായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് വെക്കാം. ചെറിയ ബോളായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് വിട്ട് വെക്കണം കേട്ടോ. കാരണം ബോൾ വലുതാകുമ്പോൾ പരസ്പരം ഒട്ടി പിടിക്കും. ഇനി നമുക്ക് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ബോളെടുത്ത് എവിടെയാണോ പരത്തുന്നത് വെച്ചാൽ അവിടെ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് മെല്ലെ മെല്ലെ പരത്തിയെടുക്കാം. ഭയങ്കര തിന്നായി പരത്തിയാൽ നമുക്ക് ഒരു കുബൂസിൻ്റെ എക്സ്ട്രാ ടെക്സ്ചർ കിട്ടൂല. അപ്പോൾ കുറച്ച് കനത്തിൽ തന്നെ പരത്തുക. അതിനനുസരിച്ച് ബോൾ വലിയ സൈസാക്കി വെക്കുക. കുറേ ബൾക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറേ പരത്താനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് പത്തിരിയും ചപ്പാത്തിയും ചുട്ടെടുക്കുന്ന പോലെ ചെറിയ കളറ് കാണുമ്പോൾ മറിച്ചിടുക. അങ്ങനെ ഒരു 3ാമത്തെ മറിച്ചിടൽ എന്ത് ചെയ്യും, ഇത് പൊങ്ങി വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കും മീഡിയം ഫ്ലെയിം ആകുമ്പോൾ. പക്ഷേ വൃത്തിയിൽ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഫുള്ള് നമുക്ക് പൊങ്ങി വരിക തന്നെ ചെയ്യും. ഫുള്ള് പൊങ്ങി വരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ പൊങ്ങി വന്നത് കാണിച്ചു എന്നുള്ളൂ, പൊങ്ങി വരാത്തതും ഉണ്ടായിരുന്നു. കുബൂസ് പൊങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭയങ്കര സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുക. അത് ഒരു നല്ല ബണ്ണിൻ്റെ ടെക്സ്ചർ ഉണ്ടാവും. ഇത് നമുക്ക് ബീഫ് കറി ചേർത്തോ ചിക്കൻ കറി ചേർത്തോ വെജിറ്റബിൾ കുർമ അല്ലെങ്കിൽ എന്ത് കറി, പനീർ വെച്ചിട്ടുള്ള കറി ചേർത്തോ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ട്രൈ ചെയ്യാം. ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.